മിഥുനം രാശിയിൽ ജനിച്ച ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിശ്ചയമായും ഈ വീഡിയോ കാണണം. ദയവായി വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളൊക്കെ ചെയ്യുക. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ കണ്ട് ഏതെങ്കിലും സ്കിപ്പ് ചെയ്തു വെച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് ആരും കമൻറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം അറിവ് വളരെയധികം കൂടിപ്പോയ വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടാകുന്നത്. ചിലർക്ക് ജന്മ ലഗ്നപ്രകാരം അതുപോലെ തന്നെ ഗോചാര ദൃഷ്ടിപ്രകാരവും ചില നന്മകളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതും സത്യം തന്നെയാണ്. പക്ഷേ ഏതാണ്ട് 90% പേർക്കും ആപത്ത് കാലഘട്ടങ്ങൾ തന്നെയാണ് എപ്പോഴും തന്നെ ഉണ്ടാവുക അവർക്ക്. ഇതിൽ 10% പേർ മാത്രം തന്നെയാണ് ഒരല്പമെങ്കിലും മെച്ചമായ രീതിയിലൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായും അറിവ് കൂടിപ്പോയി എന്നുള്ളത് കൊണ്ട് വീഡിയോ കാണാതെ കമൻറ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഓരോ ഗ്രഹങ്ങളും ഓരോ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രഭാവങ്ങൾ എല്ലാവരിലും ഉണ്ടാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഓരോ ദശ നടക്കുമ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ടും വരും. കേതു ദശ നടക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല ഭാവത്തിലല്ല കേതു എങ്കിൽ നിശ്ചയമായും ശനിയുടേതായ ആ ഒരു മാറ്റം ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ശനിയുടേതായ മാറ്റം മാർച്ച് മാസം 29-ാം തീയതി നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഇനി അടുത്തത് വരുന്നത് വ്യാഴൻ്റെ മാറ്റമാണ്. ഒപ്പം തന്നെ രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളൊക്കെ വളരെയധികം യോഗകരമായ കാലമാണോ അതോ ദോഷകരമായ കാലങ്ങളാണോ എന്ന് നിങ്ങൾ തന്നെയാണ് സ്വയം ചിന്തിച്ച് മാറ്റി എടുക്കേണ്ടത്. 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് ശനി വരുന്നതുകൊണ്ട് തന്നെ തൊഴിൽപരമായ രീതിയിലൊക്കെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ഇവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഉള്ളതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതായത് പണക്കാരനെ പാവപ്പെട്ടവനാക്കുകയും പാവപ്പെട്ടവനെ പണക്കാരനാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. കാരണം നീതിയുടേതും നേർമയുടെയും സത്യസന്ധതയുടെയൊക്കെ കാരകത്വമുള്ള ഒരു ഗ്രഹം തന്നെയാണ് ശനി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസൃതമായിട്ടുള്ള ഫലം തന്നെയായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. നിസ്സാരമായ ചെറിയ ഒരു പിഴവ് പോലും നിങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 10-ാം ഭാവത്തിൽ ഒരു പാപഗ്രഹം വേണമെന്ന് എല്ലാവരും തന്നെ പറയാറുണ്ട്. എന്നാൽ 10-ാം ഭാവത്തിലെ പാപഗ്രഹം എന്ന് പറയുമ്പോൾ ശനിയാണ് ഇപ്പോൾ 10-ാം ഭാവത്തിൽ നിലകൊള്ളുന്നത്. അപ്പോൾ ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിക്കുന്നവർക്ക് നല്ല ഫലവും ഒരുപാട് തിന്മകളൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ മോശം ഫലവും തന്നെയായിരിക്കും ഈ വർഷം ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ടും മനസ്സിലാക്കണം. ആരെങ്കിലും നമ്മൾ ചതിക്കുകയോ വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, കള്ളം പറയേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ വലിയ തോതിലുള്ള വില നൽകേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ട് വരും. ഇവിടെ കർമ്മ ശനിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കർമ്മസ്ഥാനം വളരെയധികം മെച്ചമാക്കി കൊണ്ടുപോകാനായിട്ട് കഴിയും. കാരണം ഒരുപാട് ജോലികളൊക്കെ നൽകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട് 1-2 ജോലികൾ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു സ്വഭാവം തന്നെയാണ് ശനി ഭഗവാന്. അപ്പോൾ തൊഴിൽ ചെയ്യാനായിട്ടുള്ള സമയം നിങ്ങൾക്ക് തികയാതെ വരുന്ന ഒരു സാഹചര്യമായിരിക്കും. ചെയ്യുന്നതിന് അനുസൃതമായിട്ടുള്ള ഫലവും അദ്ദേഹം നൽകുമെന്നുള്ളതിനും തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ വ്യക്തതയോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമെന്ന് തന്നെ പറയാം ശനിയെക്കുറിച്ച് പറയുമ്പോൾ. വളരെ കാലമായി ചെയ്യുന്ന തൊഴിലുകൾക്ക് അനുസൃതമായ കൂലി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിനുള്ള വഴികൾ, പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ വളരെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ശനീശ്വരൻ ഈ കാലഘട്ടത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. മിഥുനം രാശിയിൽ പിറന്നവർ സ്വന്തമായ തൊഴിൽ സ്ഥാപനങ്ങളോ എന്തെങ്കിലുമൊക്കെ നടത്തുകയാണെങ്കിൽ വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെ നിങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒപ്പമുള്ള തൊഴിലാളികളെയും വളരെയധികം നല്ല രീതിയിൽ കെയർ ചെയ്യണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ റെസ്റ്റൊക്കെ വേണമെങ്കിൽ നിങ്ങളത് കൃത്യമായ ടൈമിൽ അതിനായിട്ടുള്ള അനുവാദം കൊടുക്കുക. അവരെ വേണ്ട രീതിയിലൊക്കെ സഹായിക്കുക. ടോർച്ചർ ചെയ്യാതിരിക്കുക. മിഥുനം രാശിയിൽ പിറന്നവർ തൊഴിലാളികളോട് വളരെയധികം നല്ല മിതത്വമായ രീതിയിൽ ഇടപെടുക. കാരണം ശനി ഭഗവാൻ എപ്പോഴും പാവപ്പെട്ടവരുടേത് ഒപ്പമാണ്. അതായത് അധ്വാന ഭാരം കൂടുന്നവർക്ക് ഒപ്പമാണ് നിലകൊള്ളുക. അവിടെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അദ്ദേഹം അവിടെ അത് ചെയ്യുന്ന വ്യക്തിക്ക് അതിൻ്റേതായ പ്രതിഫലം കൊടുക്കുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു നന്മകൾ നിങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
ഇങ്ങനെയൊക്കെ സൗഹാർദ്ദപരമായ രീതിയിൽ നിങ്ങൾ ഇടപെട്ട് പോവുകയാണെങ്കിൽ ഈ ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് മറ്റ് ഒരു സ്ഥാപനം കൂടി തുടങ്ങുവാനുള്ള ഒരു മാർഗ്ഗമൊക്കെ തെളിയും. അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥാപനത്തിന് ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് പണം വന്നു ചേരുന്ന ഒരു സാഹചര്യമൊക്കെയും അവിടെ ഉണ്ടാവും. നിശ്ചയമായും ഈ വർഷം നിങ്ങൾക്ക് കടബാധ്യതകളിൽ നിന്നൊക്കെ ഒഴിവായി കിട്ടുന്ന ഒരു സാഹചര്യം വരും എന്ന് തന്നെയാണ്. കാരണം നിങ്ങളുടേതായ ആ ഒരു പ്രവർത്തന മികവ് അത് പൂർണ്ണമായും മാറ്റാനുള്ള സാഹചര്യത്തെ ഒരുക്കി തരുമെന്നുള്ളതും സത്യം തന്നെയാണ്. അതേപോലെ വ്യാഴം ഇപ്പോൾ നിലകൊള്ളുന്നത് 12-ാം ഭാവത്തിലാണ്. അതായത് നമ്മളുടേതായ നഷ്ടങ്ങളുടേതായ ഒരു ഭാവമാണ്. അതായത് എല്ലാം മറയ്ക്കപ്പെടുന്ന ഒരു സ്ഥാനത്താണ്. അതായത് ശുക്രൻ്റെ വീട്ടിലാണ്, ഇടവം രാശിയിലാണ് ഇപ്പോൾ വ്യാഴൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിലുകൾക്കോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കോ ഒന്നും തന്നെ ഒരു മികച്ച ഫലമൊന്നും ലഭിക്കാത്ത സാഹചര്യങ്ങളായിരിക്കും. നിങ്ങളൊരു വീട് വയ്ക്കാനായിട്ട് ആഗ്രഹിച്ച് അതിൻ്റേതായ പണിയൊക്കെ തുടങ്ങി വെച്ചിട്ട് കൊണ്ട് അതിനെ പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും. ആവശ്യപ്പെട്ട ഇടത്തു നിന്ന് പണം കിട്ടാത്ത സാഹചര്യങ്ങൾ വരും. ഒരു വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിനാണെങ്കിലും അവിടെയൊക്കെ ഇറങ്ങുമ്പോൾ തടസ്സങ്ങളുണ്ടാകുന്ന കാര്യങ്ങൾ വരും. അതുപോലെ കുട്ടികളുടെ പഠനം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. അത് സമ്പത്തുപരമായ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾക്ക് കിട്ടുന്നു, എന്നാലും അടുത്ത് ചെല്ലുമ്പോൾ അത് കിട്ടാത്ത ഒരു സാഹചര്യമാണ് അവിടെ വരിക. അതുപോലെ തന്നെ വ്യാഴം എന്ന ഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത്. 12-ാം ഭാവം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, നഷ്ടങ്ങളുടേതായ ഒരു ഇടമാണ് 12-ാം ഭാവം. അതിപ്പോൾ ഇടവം രാശിയായ ശുക്രൻ്റെ വീട്ടിലാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അപ്പോൾ ശുക്രനും വ്യാഴനും തമ്മിൽ വലുതായുള്ള ഒരു ബന്ധുത്വങ്ങളൊന്നും തന്നെയില്ല, ശത്രുതാ മനോഭാവത്തോടെ ആയിരിക്കും. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് വേണ്ട രീതിയിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചിട്ടും ഉണ്ടെന്നുള്ളതും സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടായിരിക്കും വ്യാഴത്തിൻ്റെതായ ഈ ഒരു ഭാവം കൊണ്ട്. കാരണം ഈ തൊഴിൽ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ കാശിന് വേണ്ടിയിട്ട് ഇറങ്ങിയാലും കിട്ടാത്ത സാഹചര്യം, ഇപ്പോൾ വീടൊക്കെ വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് വീടൊക്കെ പണി തുടങ്ങിയിട്ട് അത് നടത്തി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കി. കാരണം വിവാഹം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. കുട്ടികൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിൽ പഠനം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതുപോലെ രോഗാവസ്ഥകളൊക്കെ ഉണ്ടാക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നഷ്ടങ്ങളുടെ മേൽ നഷ്ടങ്ങൾ, എന്ത് ചെയ്താലും നഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. അതുപോലെ ഒരു 1000 രൂപ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആശുപത്രി വാസങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ അനാവശ്യമായി ചിലവായി പോകുന്ന ഒരു സാഹചര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്യാഴത്തിൻ്റെതായ മാറ്റം വെച്ചിട്ട് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വരുന്ന മെയ് മാസം 14-ാം തീയതിയോടുകൂടി തന്നെ ഈ വ്യാഴത്തിൻ്റെതായ മാറ്റം നിങ്ങളുടെ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട്. അതായത് 1-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 12-ാമത്തെ ഇടം കഴിഞ്ഞ് ഇപ്പോൾ 1-ലേക്ക് വരുന്നത്. അപ്പോൾ ജന്മത്തിലാണ് ഈ വ്യാഴത്തിൻ്റെതായ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ ശനിയുടേതായും വ്യാഴത്തിൻ്റെതായ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് ഇനി ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വ്യാഴൻ എവിടെ നിലകൊള്ളുന്നു എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എവിടെയൊക്കെ പതിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 1, 5, 7, 9 എന്നീ ഭാവങ്ങളിലാണ് വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി പതിയുന്നത്. ഈ പറയുന്ന ഭാവങ്ങളൊക്കെ തന്നെയും വളരെയധികം നല്ല ഭാവങ്ങളിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി വന്ന് പതിയുന്നത്. അപ്പോൾ വളരെ ഗുണകരമായ മുന്നേറ്റം, ഇതുവരെ തടസ്സമുണ്ടായിരുന്ന കാര്യങ്ങൾക്കൊക്കെ അവിടെ വിജയമുണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നും തന്നെയില്ല. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പണി മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ കഴിയുന്ന സാഹചര്യം. ബിസിനസ്സിൻ്റേതായ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉയർച്ച ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ നടക്കുന്ന കാര്യമാണ്. സമ്പത്തുപരമായ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാനാണ് ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപദേശത്താലോ നിങ്ങൾ അതിൻ്റേതായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ കൂടെ ആരംഭിച്ചാലോ എന്ന ചിന്താഗതിയിലൊക്കെ ഇരിക്കും. തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ അനുകൂലമായൊരു കാലമാണ് ഈ മെയ് 15-ാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളെ വളരെയധികം അനുകൂലമായ രീതിയിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളുടേതായ ഒരു കടമ തന്നെയാണ്. ഇപ്പോൾ വ്യാഴൻ നിലകൊള്ളുന്നത് മിഥുനം രാശിയാണ്, അതായത് 1-ാം രാശി. അപ്പോൾ 1-ാം രാശിയിൽ നിന്ന് 5-ാം രാശിയിലേക്ക് ദൃഷ്ടി പതിക്കുമ്പോൾ അത് പൂർവ്വ പുണ്യസ്ഥാനമായിട്ടാണ് കണക്കാക്കുക. പൂർവ്വപുണ്യം, അത് നമ്മുടേതായ പൂർവികമായ സ്വത്തുവകകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം. അവിടെ എന്തെങ്കിലുമൊക്കെ സഹോദരങ്ങൾ തമ്മിലോ എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മാറി നിങ്ങൾക്ക് അതിൻ്റേതായ പേപ്പറൊക്കെ എഴുതി കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും വരിക. അപ്പോൾ പൂർവ്വ പുണ്യസ്ഥാനം എന്ന് പറയുമ്പോൾ പൂർവികമായ സ്വത്തുവകകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നീങ്ങി അത് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ്. വസ്തു സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കോടതിയിലൊക്കെ ഉണ്ടായി തീർപ്പാകാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെയും ഈ വർഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർപ്പായി കിട്ടുന്ന, ഒത്തുതീർപ്പായി കിട്ടുന്ന ഒരു സാഹചര്യം. കേസായിട്ട് മുന്നോട്ട് പോകില്ല, ഒത്തുതീർപ്പാകുന്ന
കാലം തന്നെയാണ്. കാരണം രണ്ടു പേർക്കും അത് നല്ല ഫലത്തെ ചെയ്യുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് അങ്ങനെയാവും നിങ്ങൾക്ക് സംഭവിക്കുക. അതുപോലെ തന്നെ മക്കളുടേതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യാഴം വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുവാനായിട്ട് ഉള്ള മാർഗ്ഗങ്ങൾ എത്തിച്ചു തരും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇല്ലാതെ IVF പോലുള്ള ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണമായ ഫലം ഈ വർഷം തന്നെ നിങ്ങൾക്ക് വ്യാഴം നൽകുന്നത് തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വ്യാഴൻ ജന്മരാശിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ഇപ്പോൾ 5ാം ഭാവത്തിൻ്റേതായ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ 7ാം ഭാവമായ കളത്ര സ്ഥാനത്തേക്ക് ഗുരുവിൻ്റേതായ ദൃഷ്ടി പതിയുന്ന സമയത്ത് വിവാഹ തടസ്സമുണ്ടായിരുന്നവരുടേതായ, അതായത് വിവാഹം കഴിക്കാനായിട്ടൊക്കെ ഈ റെഡിയായൊക്കെ ഇരുന്നിട്ട് അതിന് നടക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം അത് സക്സസ് ആയി കിട്ടുന്ന ഒരു കാലം തന്നെയാണ്. ഒരുപാട് പ്രായമൊക്കെ ആയി ഇരിക്കുന്നവർക്കാണെങ്കിൽ അവരുടെ സ്വന്തം ജാതകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കി വേണം ഒരു കാര്യത്തിന് ഇറങ്ങാനായിട്ട്. ഈ പറയുന്നത് കേട്ടിട്ട് ഇപ്പം തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഇത് അവർ വിവാഹ പ്രായം എത്തി നിൽക്കുന്ന ടീനേജ് ആയിട്ടുള്ള അവരുടേതായ ഒരു കാര്യമാണ് പറയുന്നത്. ചില മാതാപിതാക്കളൊക്കെ മക്കളുടെ കല്യാണം നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ വിവാഹ ആലോചനയൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഈ 18 വയസ്സിനും 25 വയസ്സ് ആ ഒരു കാലഘട്ടത്തിലുള്ളവരുടെ കാര്യങ്ങളൊക്കെയും വിവാഹം നടന്നു കിട്ടും. അതിൽ 32 വയസ്സിന് ശേഷമുള്ളവർക്കാണെങ്കിൽ സ്വന്തം ജാതകം പരിശോധിച്ച് നോക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. 7ാം ഭാവത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്തെന്ന് വെച്ചാൽ സുഹൃത്തുക്കളുടെ സ്ഥാനം കൂടിയാണ്. അപ്പോൾ ഈ സുഹൃത്തുക്കളുടെ സ്ഥാനം കൂടി കണക്കാക്കുമ്പോൾ ഒരു സുഹൃത്തിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് ഇപ്പോൾ സമ്പത്തുപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സഹായം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് പല വിധത്തിലുള്ള സഹായ ഹസ്തങ്ങളും നിങ്ങൾക്ക് അവരിലൂടെ ഉണ്ടാകും. ചിലപ്പോൾ ഒരു ഉപദേശമാവാം, നിനക്ക് ഇന്ന കാര്യം ചെയ്തുകൂടെ, ഞാനത് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേണമെങ്കിൽ ഞാൻ പറയാം, അതുകൂടെ പോയി നോക്കി ചെയ്താൽ നല്ലൊരു ഫലം നിനക്ക് കിട്ടില്ലേ എന്ന് പറയുന്ന ഒരു ഉപദേശം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാതെ വ്യക്തിപരമായി വന്ന് ചിലപ്പോൾ ധനമൊക്കെ തന്ന് സഹായിക്കുന്ന ഒരു സാഹചര്യത്തെ അല്ല ഞാനിവിടെ പറയുന്നത്. അതുപോലെ മറ്റു പലരും ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ പ്രേമബന്ധങ്ങളൊക്കെ വളരെയധികം സക്സസ് ആയി വരുന്ന ഒരു സാഹചര്യം. എന്നിരുന്നാലും അത് ഉണ്ട് എന്ന് പറയുന്നില്ല. പ്രേമബന്ധങ്ങളൊക്കെ സക്സസ് ആയി വരുന്ന ഒരു കാലം തന്നെയാണ്. പക്ഷേ അത് മാതാപിതാക്കളൊക്കെ അതിൻ്റേതായ അനുവാദം തന്ന് വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതുപോലെ ഈ പ്രേമബന്ധത്തിലൊക്കെ ഇടപെട്ട് കുടുംബത്തിൽ അറിയാതെ ഇരിക്കുന്ന ഇടങ്ങളിലാണെങ്കിൽ അത് വലിയ തോതിലുള്ള കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ശനിയുടേതായ ഒരു ദൃഷ്ടിയും കൂടെ വച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. കൃത്യമായിട്ടും അദ്ദേഹം ന്യായമല്ലാത്ത കാര്യത്തിന് ശനി സപ്പോർട്ട് ചെയ്യില്ല. ഗുരു അതിനെ സപ്പോർട്ട് ചെയ്യും. വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിൽ ഗുരു അനുകൂലമായി നിന്നാലും ശനി സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ന്യായമായ കാര്യം എന്തുണ്ടോ അത് നിങ്ങൾക്ക് നടത്തി തരുമെന്ന് തന്നെയാണ് പറയുന്നത്. മിഥുനം രാശിക്കാർക്ക് പൊതുവായിട്ട് ഈ കൂട്ടുചേർന്നുള്ള തൊഴിലുകളൊന്നും അത്ര ലാഭകരമായി വരുന്ന സാഹചര്യമല്ല. പലപ്പോഴും പിണക്കങ്ങളിലായിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങളുടേതായ ജോയിൻറ്റ് പാർട്ട്ണർ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്ത് തർക്കങ്ങളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തർക്കങ്ങളൊക്കെ തീരുന്ന ഒരു സമയമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിഷയം നടക്കാത്ത ഒരിടത്ത് കൃത്യമായിട്ടും ആ വിഷയം ഉണ്ടായി പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം കൂടി കണ്ടെത്തിയാണ് ഞാനിത് പറയുന്നത്. 2 ഗ്രഹങ്ങൾ അനുകൂലമായി വരുമ്പോൾ രാഹു കേതുവിൻ്റെ പ്രത്യേകത ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുകയും ഇല്ലാത്തതിനെ നൽകുകയും ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ശനി കുറേ കാലം കൊണ്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രാഹു കേതു ഈ പ്രാവശ്യം മെയ് മാസം 18-ാം തീയതി രാശി വിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നൽകുക. കഷ്ടപ്പാട് അനുഭവിച്ചവർക്ക് നല്ല ഫലവും വളരെ അധികം രീതിയിൽ പണമൊക്കെ ധാരാളിച്ച് കളഞ്ഞവർക്ക് നേരെ ഓപ്പോസിറ്റായിരിക്കും ചെയ്യുക മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി 9ാം ഭാവത്തിലേക്ക് വന്ന് ദൃഷ്ടി പതിപ്പിക്കുന്നത് കൊണ്ട് അച്ഛനും മക്കളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിശ്ചയമായും ഈ ഒരു കാലഘട്ടത്തിൽ തീർന്നു കിട്ടും. അല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ അച്ഛനും മക്കളും തമ്മിലുള്ള സംഭാഷണത്തിലും ഇടപെടലുകളിലുമൊക്കെ വ്യത്യസ്തത വരികയും തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പിതാവാണെങ്കിൽ നാട്ടിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും മെയ് 18-ന് ശേഷം. എന്നിരുന്നാൽ തന്നെയും നാട്ടിൽ വന്നതിന് ശേഷം അച്ഛനും മകനും തമ്മിലുള്ള തർക്കവും വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പ്രശ്നങ്ങൾ ഇല്ലാത്തിടത്ത് ആ പ്രശ്നങ്ങൾ വരികയും ഉള്ള പ്രശ്നം അതേപോലെ ഒരു പ്രശ്നവുമായി അച്ഛനും മകനും തമ്മിലൊരു വിഷയവുമായിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നതെങ്കിൽ ആ വിഷയം അവിടെ പൂർണ്ണമായിട്ടും തീർന്നു കിട്ടി നല്ല
ഐക്യതയോടുകൂടി ഇരിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് രാഹു ഇവിടെ ഇതിനായിട്ടുള്ള ഒരു ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം കേതുവിൻ്റേതായ ഒരു ദൃഷ്ടി വരുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ രാഹു ഈ ഗുരുവിൻ്റേതായ ദൃഷ്ടി പതിയുന്ന 9-ാം ഭാവത്തിലേക്കാണ് 10-ാം ഇടത്തു നിന്നും രാഹു ഇടം മാറി വരുന്നത്. അപ്പോൾ 9-ാം ഭാവത്തിലേക്ക് രാഹു എന്ന ഗ്രഹം അവിടെ വരുമ്പോൾ, സർപ്പഗ്രഹം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ടോപ്പപ്പ് ചെയ്ത് തരുന്ന ഒരു കാര്യമാണ്. അതായത് വിവാഹത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അത് പെട്ടെന്ന് നടന്നു കിട്ടും. പാർട്ട്ണർഷിപ്പ്, ബിസിനസ് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ നല്ല കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബപരമായ രീതിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീരുന്ന സാഹചര്യമാണ്. ബിസിനസ്സിന് ലഭിക്കാതെ ഇരുന്ന പണം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ ഇരുന്നവർക്ക് വീട് പണി പൂർത്തിയാക്കാൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ രാഹു നിങ്ങളെ ടോപ്പപ്പ് ചെയ്യും. കാരണം രാഹു എന്നാൽ ഇപ്പോൾ 100 രൂപ ചിലവാക്കേണ്ട അടുത്ത് 1000 രൂപ ചിലവാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു എന്ന് പറയുന്നത്. പക്ഷേ കേതു അങ്ങനെയല്ല. രാഹു 100 രൂപ നൽകുന്നുവെങ്കിൽ കേതു അതിനെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന ഗ്രഹമാണ്. പക്ഷേ ഇവിടെ 3-ാം ഭാവമായി എടുത്ത് വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയവും അവിടെ ഇല്ലായ്മ ആയി പോകുന്നതാണ്. അപ്പോൾ അനുകൂല ഭാവമാണ് രാഹുവും കേതുവും നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കേണ്ടത്. കാരണം 10-ാം ഭാവത്തിൽ രാഹുവും 4-ാം ഭാവത്തിൽ കേതുവുമാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 10, 4 മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശകരമായ സ്ഥാനമാണ്. അപ്പോൾ അത് തന്നെയാണ് കഴിഞ്ഞ 1.5 ആണ്ട് കാലം കൊണ്ട് വളരെ അധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നത് മിഥുനം രാശിക്കാർക്ക്. അപ്പോൾ നിലവിൽ ഈ മെയ് 15-ാം തീയതി കൂടി തന്നെ നിങ്ങളുടെ കഷ്ടതകളൊക്കെ നീങ്ങുന്ന സാഹചര്യം. അടുത്ത ഒരു വർഷം വ്യാഴൻ വന്നിട്ട് നിങ്ങളുടേതായ രാശിക്കുള്ളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ രാഹു കേതു 1.5 വർഷക്കാലം ഉണ്ടാവുമെന്ന് തന്നെയാണ്. ശനി 2.5 വർഷക്കാലം നിങ്ങളുടേതായ ഈ 10-ാം ഭാവത്തിൽ ശനിയും നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ 2.5 വർഷക്കാലം കണ്ടക ശനി ആണ് നിങ്ങൾക്ക്. പക്ഷേ തൊഴിൽ ശനി ആയതുകൊണ്ട് തൊഴിലിടം മുന്നേറ്റങ്ങൾ ഉണ്ടാവും. അതിന് സപ്പോർട്ടീവായിട്ട് രാഹു കേതു വ്യാഴൻ എന്നീ 3 ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ വളരെ നല്ല ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്ന സമയമാണ്. വളരെ കരുതലോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കുക. കാരണം ഇവിടെ സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കണം. വീട്ടിനുള്ളിൽ ഒരു കാര്യം പറഞ്ഞാൽ എടുത്തു ചാടിയുള്ള മറുപടികൾ പറയരുത്. അവിടെ നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു മറുപടി പറയുക. പെട്ടെന്ന് പറയുന്ന മറുപടികളൊക്കെ തന്നെ കലാപത്തിനും വഴക്കിനും സാധ്യതകൾ വരികയും കോർട്ട് കേസിൽ പോയി നിൽക്കുക. ഭാര്യാഭർത്തൃ ബന്ധങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ എടുത്ത് ചാടി പറയുന്ന ഓരോ മറുപടികളും കോടതിയിൽ പോയി നിൽക്കുന്ന സാഹചര്യമായിരിക്കും വരിക. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളെ സാധൂകരിച്ച് അനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേതു അനുകൂലമാണെങ്കിലും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി തരുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ ശനിക്കൊപ്പം കൂട്ടുകൂടുന്ന ഒരു സാഹചര്യം കേതു ശനി ആ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശനിയുടെ ചിന്താഗതി എന്താണോ അതിനനുസരിച്ച് സത്യസന്ധമായി ചിന്തിച്ചാൽ കേതു സൈലൻ്റ് ആവും. നിങ്ങൾക്ക് നല്ല വിജയകരമായൊരു പാതയും തുറന്നു കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ 3 ഗ്രഹങ്ങളെക്കുറിച്ചും ഒറ്റ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് ശനി, വ്യാഴൻ, അതുപോലെ രാഹു കേതു 3 ഗ്രഹങ്ങൾ. 3 വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന് പകരമാണ് ഒന്നായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വ്യക്തമായും കേട്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനമൊക്കെ എടുക്കുക. എടുത്തു ചാടി അവിടെ ഇവിടെയും കേട്ടിട്ട് കമൻറ്റുകൾ ചെയ്യരുത്. കാരണം അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് വിനയായിട്ട് വരിക. കാരണം ഇത് ശനിയുടേതായ ഇടപെടൽ നിങ്ങളെ വളരെ ശക്തമായി തന്നെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഓരോ വീഡിയോസും അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും കേൾക്കാതെ എടുത്തു ചാടുന്ന പ്രവണത നിങ്ങൾ ഒഴിവാക്കുക.